അവധി ദിനമാണെങ്കിലും ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയം. രാവിലെ പമ്പ മുതൽ സന്നിധാനം വരെ തീർത്ഥാടകർക്ക് തടസ്സങ്ങളൊന്നുമില്ല. അവധി ദിവസമായതിനാൽ ഇന്നും 1 ലക്ഷത്തോളം പേര് സന്നിധാനത്തെത്തുമെന്ന കണക്കുകൂട്ടലാണ് അധികൃതർക്ക്. പോലീസ് കണക്ക് പ്രകാരം ഇന്നലെ 87,295 തീർത്ഥാടകരാണ് 18ാം പടി കയറിയത്. CV അനുമോദ് സന്നിധാനത്ത് നിന്നും ചേരുന്നുണ്ട്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അവധി ദിവസമായ ഇന്ന് സന്നിധാനത്തെ കാര്യങ്ങൾ? തിരക്ക് ഉണ്ടെങ്കിലും അത് നിയന്ത്രണ വിധേയമാണല്ലേ? രജനി, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ കാലാവസ്ഥയാണ്. ഇന്നലെ രാത്രി മുതൽ മഴ പെയ്യുന്നുണ്ട്. ഇന്നും രാവിലെ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ മഴ ഒരു ഭീഷണിയായിട്ട് ഇന്ന് തീർത്ഥാടകർക്ക് സന്നിധാനത്ത് പെയ്യാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ട് എന്ന് പറയേണ്ടതുണ്ട്. അത് മഴ പെയ്യുകയാണെങ്കിൽ അത് ഈ ഒരു വേഗതയെ, സന്നിധാനത്തേക്ക് തീർത്ഥാടകരെത്തുന്ന ആ വേഗതയെ ബാധിക്കുന്ന ഒരു കാര്യമാകും. പമ്പ മുതൽ സന്നിധാനം വരെ ആളുകൾ മഴ പെയ്തു കഴിഞ്ഞാൽ പലയിടത്തും കാത്തു നിൽക്കും. പിന്നീട് മഴ മാറുമ്പോൾ ഒന്നിച്ചു വരാനുള്ളൊരു സാധ്യത, അത് തിരക്ക് നിയന്ത്രണ വിധേയമായതാണെങ്കിൽ പോലും ആ ഒരു സാഹചര്യം പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. നിലവിൽ സുഗമമാണ് കാര്യങ്ങളൊക്കെ തന്നെ. ഇതിനോടകം തന്നെ ഏകദേശം ഇപ്പോൾ ഇന്ന് രാവിലെ 23,000-ലധികം പേർ സന്നിധാനത്ത് 18ാം പടി ചവിട്ടിയെന്നാണ് പോലീസിന്റെ കണക്കുള്ളത്. മണിക്കൂറിൽ 3,000-ന് മുകളിൽ 4,000-ഓളം പേർ 18ാം പടി കയറുന്നുണ്ട്. മിനിറ്റിൽ 70-ന് മുകളിൽ പേരെ കയറ്റിവിടുന്നുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ രാവിലെ എല്ലാം തന്നെ വളരെ സുഗമമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്നത് ആശ്വാസമാണ്. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ഏറ്റവും അധികം തിരക്ക് പ്രതീക്ഷിച്ച ഒരു ദിവസമാണ്. പക്ഷേ അതിന് മുൻപുള്ള ദിവസങ്ങളിൽ എത്തിയതുപോലെ അയ്യപ്പന്മാർ എത്തിയിട്ടില്ല എന്നാണ് പോലീസിന്റെ കണക്ക് പറയുന്നത്. 87,000-ലധികം പേരാണ് ഇന്നലെ പോലീസിന്റെ കണക്ക് പ്രകാരം 18ാം പടി ചവിട്ടിയത്. അതിനു മുമ്പ് 2 ദിവസം 92,000-ഉം 93,000-ഉം ഒക്കെ എത്തിയ ദിവസങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തിരക്ക് മറ്റ് മുൻ ദിവസങ്ങളെക്കാൾ അല്പം കുറഞ്ഞു പോയി ഇന്നലെ എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇന്ന് ഞായറാഴ്ച നമുക്കറിയാം, ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരം മഴ കാരണം മല ചവിട്ടാൻ പറ്റാത്തവരും ഒക്കെ പല പമ്പയ്ക്കും സന്നിധാനത്തിനിടയിൽ പലയിടത്തും കാത്തു നിൽക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു തിരക്ക്. ഇന്നലെ 90,000-ന് താഴേക്ക് എത്തിയതെന്ന് വേണം കരുതാൻ. എന്നാലും ഇന്ന് 1 ലക്ഷത്തോളം പേർ എത്തും എന്നുള്ള കണക്കുകൂടൽ തന്നെയാണ് അധികൃതരുള്ളത്. കാരണം 80,000-ന് മുകളിൽ വെർച്വൽ ക്യൂ എല്ലാം തന്നെ പൂർണ്ണമായിട്ടും ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിന് പുറമെ സ്പോട്ട് ബുക്കിംഗ് വരും. അതിനെല്ലാം പുറമെ സിവിൽ ദർശനവും അതുപോലെ സത്രം വഴി വരുന്നവരും എല്ലാം എണ്ണം കൂട്ടുമ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ ആളുകൾ എത്തും എന്നൊരു കണക്കുകൂട്ടൽ അധികൃതർക്കുണ്ട്. നിലവിൽ എല്ലാം സുഗമമാണ്. എവിടെയും കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. നടപ്പന്തലിൽ മാത്രമാണ് ക്യൂ ഉള്ളത്. പമ്പ മുതൽ സന്നിധാനം വരെ എവിടെയും വലിയ തടസ്സങ്ങളില്ലാതെ അയ്യപ്പന്മാർക്ക് വരാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. പക്ഷേ പ്രത്യേകം എടുത്തു പറയേണ്ടത് കാലാവസ്ഥയാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ മാറും. സന്നിധാനത്തേക്ക് വരുന്ന അയ്യപ്പന്മാർക്ക് മഴ ബുദ്ധിമുട്ടുണ്ടാക്കും. സ്വാഭാവികമായിട്ടും അവർ മഴ മാറുന്നവരോടെങ്കിലും കാത്തു നിൽക്കേണ്ടി വരും. മഴ മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് തിരക്ക് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മറ്റെല്ലാം നിയന്ത്രണ വിധേയമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്ത് മുന്നോട്ട് പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ ഭക്തജനങ്ങളുടെ ഒഴുക്കും, അതായത് 1 ലക്ഷത്തോളം പേരുടെ 1 ലക്ഷത്തോളം പേർ ഇവിടേക്ക് എത്തും എന്നൊരു കണക്കുകളിൽ തന്നെയാണ് അധികൃതർ അതിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. CV അനുമോദാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരക്കുണ്ടെങ്കിലും നിയന്ത്രണ വിധേയമാണ്. നിലവിൽ പ്രതികൂല കാലാവസ്ഥ മാത്രമാണ് ഒരു തിരിച്ചടിയായി നിൽക്കുന്നത്.